ഹായ് ഓൾ, വെൽക്കം ടു നീറ്റ് ഈസി. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ഇന്നത്തെ വീഡിയോയിൽ, അതായത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു. അതായത് സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആ എംബ്രിയോ സാക്കിൽ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത്, അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ നടക്കുന്നത് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, അതുപോലെ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു ഓവ്യൂള് സീഡായിട്ട് മാറുന്നു, അതുപോലെ ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം എൻഡോസ്പേം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്തിട്ടാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ല് എങ്ങനെയാണ് ഫോം ചെയ്തത്? അത് എംബ്രിയോസാക്കിനകത്തുള്ള പോളാർ ന്യൂക്ലിയ ഉണ്ട്. പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസുകളാണ്. അങ്ങനെ രണ്ട് പോളാർ ന്യൂക്ലിയസുകളും ഒരു മെയിൽ ഗമീറ്റും കൂടി ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതായത് 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇരിക്കുന്ന സെൽ ഏതാണോ അതിനെയാണ് പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് വിളിക്കുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന എംബ്രിയോ സാക്കിനകത്ത് മുമ്പുണ്ടായിരുന്ന ലാർജ് സെൻട്രൽ സെല്ലാണ് ഇപ്പോൾ പ്രൈമറി എൻഡോസ്പേം സെല്ലായി മാറിയിരിക്കുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ല് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഡിവിഷൻ നടക്കുന്നു. എന്നിട്ടാണ് പ്രൈമറി എൻഡോസ്പേം സെല്ല് പ്രൈമറി എൻഡോസ്പേം ടിഷ്യൂ ആയിട്ട് മാറുന്നത്. ആദ്യം അതൊരു ഒറ്റ സെല്ലായിരുന്നു, അതിനുശേഷം അതിൽ ഡിവിഷൻ നടന്നിട്ടാണ് അത് പ്രൈമറി എൻഡോസ്പേം ടിഷ്യൂ ആയിട്ട് മാറുന്നത്. ഇനി ഈ എൻഡോസ്പേമിൽ ശരിക്കും എന്താണുള്ളത്? എന്താണ് എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ? എൻഡോസ്പേമിൽ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് എൻഡോസ്പേം. അതായത് എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉള്ള ടിഷ്യൂ ആണ് എൻഡോസ്പേം. ഈ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്കുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നു. അതായത് എംബ്രിയോ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആയിട്ട് മാറും സൈഗോട്ട്. ഈ എംബ്രിയോയ്ക്ക് അതിൻ്റെ മെറ്റബോളിസം നടത്തണമെങ്കിൽ എനർജി ആവശ്യമാണ്. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻഡോസ്പേമിൽ നിന്നാണ് ലഭിക്കുന്നത്. കാരണം എൻഡോസ്പേമിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എൻഡോസ്പേം കുറച്ച് ഫോം ചെയ്തിട്ട് മാത്രമേ എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം എംബ്രിയോയ്ക്ക് എൻഡോസ്പേമിൽ നിന്നാണ് അതിനാവശ്യമായ ന്യൂട്രീഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംബ്രിയോ ഡെവലപ്പ് ആവുന്നതിന് മുമ്പേ കുറച്ച് എമൗണ്ട് എൻഡോസ്പേം എങ്കിലും ഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണ് എംബ്രിയോ ഡെവലപ്മെൻറ്റിനേക്കാൾ മുമ്പേ നടക്കുന്നത്. എൻഡോസ്പേം കുറച്ച് ഡെവലപ്പ് ആയതിനു ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എൻഡോസ്പേം തന്നെ രണ്ട് ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം, അടുത്തത് സെല്ലുലാർ എൻഡോസ്പേം. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ തവണ ഡിവൈഡ് ചെയ്യും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഒരുപാട് തവണ ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ന്യൂക്ലിയസുകൾ ഉണ്ടാവും. എന്നാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും അപ്പോൾ തന്നെ സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ന്യൂക്ലിയസുകളെ കാണാൻ പറ്റും. വിത്തൗട്ട് സെൽ വോൾ, ന്യൂക്ലിയസ് മാത്രം, സെൽ വോൾ ഇല്ലാതെ ഒരുപാട് ന്യൂക്ലിയസുകളെ കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ
ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ടാകുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നു. അതായത് ഓരോ ന്യൂക്ലിയസും ഓരോ സെല്ലിന്റെ അകത്തായിട്ട് മാറും. കാരണം ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ സമയത്താണ് എൻഡോസ്പേം സെല്ലുലാറായി മാറുന്നത്, അല്ലെങ്കിൽ സെല്ലുലാർ എൻഡോസ്പേം ഉണ്ടാകുന്നത് ആ ടൈമിലാണ്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിലെ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഓരോ ന്യൂക്ലിയസും ഓരോ സെല്ലിന്റെ ഉള്ളിലായിട്ട് മാറുന്നു. അപ്പോൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം മാറി സെല്ലുലാർ എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിളാണ് കരിക്ക് എന്ന് പറയുന്നത്. നമ്മുടെ തെങ്ങിലുള്ള കരിക്കിടുന്ന സമയത്ത് അതിൽ നിറയെ വെള്ളമാണ്, കരിക്ക് വെള്ളമാണ്. ഈ വെള്ളമായിട്ട് കാണുന്നതാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതിൽ ഒരുപാട് ന്യൂക്ലിയസ് ആണുള്ളത്, സെൽ വോൾ ഫോർമേഷൻ നടന്നിട്ടില്ല. എന്നാൽ ആ ടൈമിൽ നമുക്ക് കാണാം ഇതിൻ്റെ ആ ചിരട്ടയിൽ ഒട്ടിപ്പിടിച്ച് ഒരു നേർത്ത പാട പോലെ കുറച്ച് കാണാൻ പറ്റും. അതായത് സെല്ലുലാർ എൻഡോസ്പേം ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ കരിക്ക് തേങ്ങയായി മാറുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളം കരിക്കിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അതായത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന്റെ എമൗണ്ട് കുറഞ്ഞു വന്നു. പകരം എന്തായി, അത് സെല്ലുലാർ എൻഡോസ്പേമായി മാറി. അതിനെയാണ് നമ്മൾ തേങ്ങയായിട്ട് കാണാൻ പറ്റുന്നത്. തേങ്ങയ്ക്കകത്ത് തേങ്ങാവെള്ളം അല്ലാതെ തേങ്ങയായിട്ട് ചിരട്ടയിൽ ഒട്ടിപ്പിടിച്ചിരിപ്പില്ലേ, അതാണ് സെല്ലുലാർ എൻഡോസ്പേം. ആ ബാക്കി വന്ന തേങ്ങാവെള്ളം അവശേഷിക്കുന്ന ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. ഇനി പല ചെടികളിലും സീഡ് മെച്ചുർ ആവുന്നതിന് മുമ്പ് തന്നെ ഡെവലപ്പിംഗ് എംബ്രിയോ എൻഡോസ്പേം ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം സീഡ് എന്ന് പറഞ്ഞാൽ ആ എംബ്രിയോ സാക്ക് മുഴുവനായിട്ടുള്ളതാണ് സീഡായിട്ട് മാറുന്നത്. ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അതായത് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് എൻഡോസ്പേമും എംബ്രിയോയും ഒക്കെ ഇരിക്കുന്നത്. അല്ലാതെ ആ ഓവ്യൂള് മൊത്തത്തിലാണ് സീഡായിട്ട് മാറുന്നത്. അങ്ങനെ ഈ സീഡ് മെച്ചുർ ആവുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുള്ള എംബ്രിയോ എൻഡോസ്പേമിനെ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യുന്നു. അതായത് ഇനി ഇച്ചിരി പോലും എൻഡോസ്പേം ബാക്കിയില്ല. അങ്ങനെയുള്ള ചില പ്ലാന്റ്സ് ആണ് പീ, ഗ്രൗണ്ട്നട്ട്, ബീൻസ് മുതലായവ. എന്നാൽ ഇതുകൂടാതെ മറ്റ് ചില ചെടികളാണെങ്കിലോ സീഡ് മെച്ചുർ ആയി കഴിഞ്ഞാലും വീണ്ടും എൻഡോസ്പേം കുറച്ച് ബാക്കിയുണ്ടാവും. അതിന് എക്സാമ്പിളാണ് കാസ്റ്റർ, കോക്കനട്ട് ഒക്കെ. അപ്പോൾ ഈ ബാക്കിയുള്ള എൻഡോസ്പേം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, അതെന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? അത് സീഡ് ജെർമിനേഷന്റെ ടൈമിൽ അവർ യൂസ് ചെയ്യുന്നു. അതായത് ഈ സീഡ് മുളയ്ക്കുന്ന ടൈമിൽ, സീഡ് മുളച്ച് വരുന്ന ടൈമിലുള്ള എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പെർസിസ്റ്റ് ചെയ്യുന്ന എൻഡോസ്പേമിനെ ഈ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നു. കാസ്റ്റർ, കോക്കനട്ട് പോലെയുള്ള പ്ലാന്റ്സിലെ പെർസിസ്റ്റ് ചെയ്യുന്ന എൻഡോസ്പേമിനെ സീഡ് ജെർമിനേഷന്റെ ടൈമിലാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്നാൽ പീ, ഗ്രൗണ്ട്നട്ട്, ബീൻസ് മുതലായ പ്ലാന്റ്സിലൊക്കെ സീഡ് മെച്ചുറേഷന് മുമ്പ് തന്നെ എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് എംബ്രിയോ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതാണ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. ഇനി ഒരു നിശ്ചിത എമൗണ്ട് എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അടുത്തതായിട്ട് എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത്. നമുക്കറിയാം ഇതൊരു എംബ്രിയോ സാക്ക് ആണെങ്കിൽ എംബ്രിയോ സാക്കിന്റെ മൈക്രോപൈലാർ എൻഡിലാണ് സൈഗോട്ട് ഇരിക്കുന്നത്. മൈക്രോപൈലാർ എൻഡ് ഇതാണെന്ന് വെച്ചു. ഇത് മൈക്രോപൈലാർ എൻഡും ഇത് ചലാസൽ എൻഡും. അപ്പം മൈക്രോപൈലാർ എൻഡിലാണ് സൈഗോട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഗോട്ട് എന്താണ്, അവിടെ ഇരുന്നിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഇപ്പുറത്തുള്ള ബാക്കി പോർഷനാണ് എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. ഇനി പ്ലാന്റ്സിൽ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്, മോണോകോട്ടിലിഡൻസും ഡൈകോട്ടിലിഡൻസും. മോണോകോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റത്തടി വൃക്ഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാസസ് ഒക്കെ പോലെയുള്ള പ്ലാന്റ്സ്. അതായത് ഇവർക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, ഒറ്റത്തടിയായിട്ടാണ്, ഒറ്റൊരു കമ്പായിട്ടാണ് ഇവർ മുകളിലേക്ക് പോകുന്നത്. അതുപോലെ ഇതിൻ്റെ റൂട്ടിനും ബ്രാഞ്ചസ് ഒന്നും ഇല്ല. ഇതിന് എക്സാമ്പിൾ ആണ് സാധാരണ കാണപ്പെടുന്ന ഗ്രാസസ് ഒക്കെ, പുല്ലുകളൊക്കെ, അതുപോലെ തെങ്ങൊക്കെ. അതിനെയാണ് മോണോകോട്ടിലിഡൻസ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ഒരു ഗ്രൂപ്പാണ് ഡൈക്കോട്ടിലിഡൻസ്. അത് സാധാരണ നമ്മൾ കാണുന്ന ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ്. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ട്രീസും പ്ലാന്റ്സും ആണ് ഡൈക്കോട്ടിലിഡൻസ്. ഇതിന്റെ റൂട്ട്സിനും ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് പ്ലാന്റ്സ്, മോണോകോട്ടിലിഡൻസും ഡൈക്കോട്ടിലിഡൻസും, രണ്ടിൻ്റെയും എംബ്രിയോ ഡെവലപ്മെന്റ് ഏർലി സ്റ്റേജസിൽ ഒരുപോലെ ആയിരിക്കും. അതായത് അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആദ്യം സൈഗോട്ട് ഒരു പ്രോ എംബ്രിയോ ആയിട്ട് മാറും. അതായത് എംബ്രിയോ ആവുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ്. എന്നാൽ സൈഗോട്ടും അല്ല എംബ്രിയോയും അല്ല, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് പ്രോ എംബ്രിയോ എന്ന് പറയുന്നത്. അതിനുശേഷം എംബ്രിയോ ഗ്ലോബുലാർ എംബ്രിയോ, ഈ പ്രോ എംബ്രിയോ ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറുന്നു. അതായത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, ഒരു ഗ്ലോബ് പോലെ ആയിരിക്കും അതിന്റെ ഷേപ്പ് ആ ടൈമിൽ. പിന്നീട് അത് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആവുന്നു. ഏറ്റവും ലാസ്റ്റ് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇനി ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ, അതായത് ഡൈക്കോട്ടിലിഡൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന എംബ്രിയോ എങ്ങനെയായിരിക്കും? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ എംബ്രിയോയ്ക്ക് മെയിൻ ആയിട്ടുള്ളത് ഒരു എംബ്രിയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻസും ആയിരിക്കും. ഡൈക്കോട്ടിലിഡൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. കോട്ടിലിഡൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സീഡ്സ് ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ രണ്ട് കുറച്ച് തിക്കായിട്ടുള്ള രണ്ട് ഇല പോലത്തെ രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ആദ്യം വരുന്നത്. എന്നിട്ടാണ് അതിൻ്റെ നടുക്കുന്ന് പുതിയ കട്ടി കുറഞ്ഞ് നോർമലായിട്ടുള്ള ലീഫ് വരുന്നത്. ആദ്യം ഇങ്ങനെ രണ്ട് കട്ടി കൂടിയ സാധനങ്ങളായിരിക്കും വരുന്നത്. കണ്ട പച്ച കളറിൽ തന്നെ ലീഫ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതാണ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൈക്കോട്ടിലാകുമ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരിക്കും. മോണോകോട്ടിലിഡൻസിൽ ഒറ്റൊരെണ്ണേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻസും ഉണ്ടായിരിക്കും. എംബ്രിയോണൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ എംബ്രിയോയുടെ നടുക്കോടെയുള്ള ആക്സിസ് ആണ് എംബ്രിയോണൽ ആക്സിസ്. ഇനി രണ്ട് കോട്ടിലിഡൻസും ഉണ്ടായിരിക്കും. ഇനി ഈ എംബ്രിയോണൽ ആക്സിസ് ഈ കോട്ടിലിഡൻസ് ഈ ഒരു ലെവലിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എംബ്രിയോണൽ ആക്സിസിന്റെ പൊസിഷൻ ഇതാണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച ആ ഒരു പൊസിഷനിലാണ്. ഈ പൊസിഷന്റെ മുകളിലേക്കുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ ഭാഗത്തെയാണ് എപ്പികോട്ടൈൽ എന്ന് വിളിക്കുന്നത്. അതായത് ഇതൊരു എംബ്രിയോ ആണ്, ഇതൊരു എംബ്രിയോണൽ ആക്സിസ് ആണ് എങ്കിൽ ഈ ഭാഗത്തു നിന്നാണ് രണ്ട് കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കണക്ട് ചെയ്തു. ഈ ലൈന് മുകളിലായിട്ടുള്ള ആ എംബ്രിയോണൽ ആക്സിസിനെയാണ്, ആ ഒരു പോർഷനെയാണ് എപ്പികോട്ടൈൽ എന്ന് വിളിക്കുന്നത്. എപ്പികോട്ടൈൽ. ഇനി ഈ എപ്പികോട്ടൈൽ മുകളിലേക്ക് ചെന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ്. പ്ലൂമ്യൂൾ. എപ്പികോട്ടൈലിന്റെ എൻഡ് പ്ലൂമ്യൂളിലാണ്. പ്ലൂമ്യൂളിനെ കോമൺ ആയിട്ട് സ്റ്റെം ടിപ്പ് എന്നും വിളിക്കാം. എപ്പികോട്ടൈൽ ടെർമിനേറ്റ് ചെയ്യുന്നത് പ്ലൂമ്യൂൾ അല്ലെങ്കിൽ സ്റ്റെം ടിപ്പിലാണ്. ഇനി ഈ എംബ്രിയോയുടെ പിക്ചറിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഈ കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന താഴെയുള്ള ഭാഗത്ത് ഈ എംബ്രിയോയ്ക്ക് ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണുള്ളത്. ആ ഭാഗത്തെയാണ് ഹൈപ്പോകോട്ടൈൽ എന്ന് വിളിക്കുന്നത്. ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോ എന്ന് വെച്ചാൽ താഴെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കോട്ടിലിഡൻസിന്റെ താഴെയുള്ള ഭാഗം, എംബ്രിയോയുടെ ഭാഗം, അതാണ് ഹൈപ്പോകോട്ടൈൽ. ഇനി ഹൈപ്പോകോട്ടൈൽ എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത്? അത് റാഡിക്കിൾ അല്ലെങ്കിൽ റൂട്ട് ടിപ്പിലാണ്. റാഡിക്കിളിലാണ് ഹൈപ്പോകോട്ടൈൽ ടെർമിനേറ്റ് ചെയ്യുന്നത്. റാഡിക്കിളിനെയാണ് കോമൺ ആയിട്ട് റൂട്ട് ടിപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി എപ്പോഴും ഈ റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കും. ഒരു എംബ്രിയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻസും ഉണ്ടായിരിക്കും. രണ്ട് കോട്ടിലിഡൻസ് രണ്ട് സൈഡിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എംബ്രിയോയുടെ ആ ഒരു പാർട്ടിന് മുകളിലോട്ടുള്ള ഭാഗത്തെയാണ് എപ്പികോട്ടൈൽ എന്ന് വിളിക്കുന്നത്. എപ്പികോട്ടൈൽ അവസാനിക്കുന്നത് പ്ലൂമ്യൂളിലാണ്. പ്ലൂമ്യൂളിനെ നമ്മൾ സ്റ്റെം ടിപ്പ് എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തതിൻ്റെ താഴോട്ടുള്ള എംബ്രിയോയുടെ പോർഷനാണ് ഹൈപ്പോകോട്ടൈൽ.
ഹൈപ്പോകോട്ടയിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഈ ഹൈപ്പോകോട്ടയിൽ ടെർമിനേറ്റ് ചെയ്യുന്നത് റാഡിക്കിളിലാണ്. റാഡിക്കിളിന്റെ മറ്റൊരു പേരാണ് റൂട്ട് ടിപ്പ്. ഇനി റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കും. ഇതാണ് ഡൈക്കോട്ടിലിഡണസ് എംബ്രിയോയുടെ സ്ട്രക്ചർ. ഇനി മോണോകോട്ടിലിഡണസ് എംബ്രിയോ. പേരിൽ തന്നെ അറിയാം, മോണോ എന്ന് വെച്ചാൽ ഒന്നെന്നാണ് അർത്ഥം. അപ്പോൾ മോണോകോട്ടിലിഡനസ് എംബ്രിയോയ്ക്ക് ഒറ്റ കോട്ടിലിഡനെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ കോട്ടിലിഡന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അതാണ് സ്ക്യൂട്ടല്ലം. മോണോകോട്ടിലിഡനസ് എംബ്രിയോയിൽ കാണപ്പെടുന്ന ഒരു കോട്ടിലിഡന്റെ പേരാണ് സ്ക്യൂട്ടല്ലം. ഇനി ഒറ്റൊരു കോട്ടിലിഡൻ ആയതുകൊണ്ട് തന്നെ അത് എംബ്രിയോണൽ ആക്സിസിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഡൈക്കോട്ടിലിഡനസിന്റെ കാര്യത്തിൽ 2 കോട്ടിലിഡൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എംബ്രിയോയുടെ 2 സൈഡിലായിട്ട് അതിനെ അറ്റാച്ച് ചെയ്തു വെച്ചു. എന്നാൽ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത് ഒറ്റൊരു സ്ട്രക്ചറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എംബ്രിയോണൽ ആക്സിസിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ സ്ക്യൂട്ടല്ലത്തിനെ അറ്റാച്ച് ചെയ്ത് വെക്കും. ഇനി എംബ്രിയോണൽ ആക്സിസിൽ ഇവിടെയും എംബ്രിയോണൽ ആക്സിസിന്റെ ഏറ്റവും താഴ്ഭാഗം, ആ ഭാഗത്തെയാണ് റാഡിക്കിൾ എന്ന് വിളിക്കുന്നത്. റാഡിക്കിൾ. ഈ റാഡിക്കിളിന്റെ താഴെയായിട്ട് റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കും. ഈ റൂട്ട് ക്യാപ്പ് ഡൈക്കോട്ടിലിഡൻസിലും ഉണ്ടായിരുന്നു, അതുപോലെ മോണോകോട്ടിലിഡൻസിലും ഉണ്ട്. എന്നാൽ ഈ റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഷീത്ത് ഉണ്ട്. അതിനെയാണ് കോളിയോറൈസ എന്ന് വിളിക്കുന്നത്. ഡൈക്കോട്ടിലിഡൻസിൽ എംബ്രിയോ അവസാനിക്കുന്നത് റാഡിക്കിളിലായിരുന്നു, അല്ലെങ്കിൽ റൂട്ട് ടിപ്പിലായിരുന്നു. റാഡിക്കിൾ ഓർ റൂട്ട് ടിപ്പ്, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടായിരുന്നു. മോണോകോട്ടിലിഡൻസിലും എംബ്രിയോ അവസാനിക്കുന്നത് റാഡിക്കിൾ ഓർ റൂട്ട് ടിപ്പിലാണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. പക്ഷെ ഈ റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്തുകൊണ്ട് മോണോകോട്ടിലിഡൻസിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് ഉണ്ട്. അതിനെയാണ് കോളിയോറൈസ എന്ന് വിളിക്കുന്നത്. കോളിയോറൈസ. ഇനി ഈ സ്ക്യൂട്ടല്ലം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ലെവലിന് മുകളിലേക്കുള്ള എംബ്രിയോയുടെ ആ ഒരു പോർഷൻ, എംബ്രിയോണൽ ആക്സിസിന്റെ ആ ഒരു പോർഷൻ, അതിനെയാണ് എപ്പികോട്ടയിൽ എന്ന് വിളിക്കുന്നത്. അത് ഡൈക്കോട്സിലും സിമിലർ ആയിരുന്നു. എപ്പികോട്ടയിൽ എന്ന് തന്നെയാണ് വിളിച്ചത്. ഇനി ഇവിടുത്തെ എപ്പികോട്ടയിലിന് ഒരു പ്രത്യേകതയുണ്ട്. എപ്പികോട്ടയില് ഷൂട്ടപ്പെക്സ് ഉണ്ടായിരിക്കും, അതുപോലെ കുറച്ച് ലീഫ് പ്രൈമോഡിയ ഉണ്ടായിരിക്കും. അതായത് ചെടി, ഈ സീഡ് മുളച്ചു വരുമ്പോൾ ആദ്യം കാണുന്ന ലീഫില്ലേ, ആദ്യം വരുന്ന ആ ഒരു ചെറിയ ഇല, ആ ഒരു ഷൂട്ട് അപ്പെക്സും കുറച്ച് ലീഫ് പ്രൈമോഡിയ, ആ ചെറിയ ഇലകൾ, അതൊക്കെ എപ്പികോട്ടയിൽ ഉണ്ടായിരിക്കും. ഇനി ഈ ഷൂട്ട് അപ്പെക്സിനെയും ലീഫ് പ്രൈമോഡിയയും എല്ലാത്തിനെയും കൂടെ എൻക്ലോസ് ചെയ്തുകൊണ്ട് വേറൊരു ഫോളിയാർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതാണ് കോളിയോപ്റ്റൈൽ. കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം. ഈ സ്ക്യൂട്ടല്ലം അറ്റാച്ച്മെന്റിന്റെ സ്ക്യൂട്ടല്ലം അറ്റാച്ച്മെന്റിന്റെ മുകളിലേക്കുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പാർട്ടിനെയാണ് എപ്പികോട്ടയിൽ എന്ന് വിളിക്കുന്നത്. എപ്പികോട്ടയിലാണ് ഷൂട്ട് അപ്പെക്സ് ഉള്ളത്. അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ്. ഈ ഷൂട്ട് അപ്പെക്സും കുറച്ച് ലീഫ് പ്രൈമോഡിയം എപ്പികോട്ടയിലുണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെയാണ് കോളിയോപ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അത് മോണോകോട്ടിലിഡനസ് എംബ്രിയോയുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ കോളിയോറൈസയും മോണോകോട്ടിലിഡനസ് എംബ്രിയോയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കാണിച്ചത്. ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോയ്ക്കും മോണോകോട്ടിലിഡനസ് എംബ്രിയോയ്ക്കും എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. ഡൈക്കോട്ടിലിഡൻസിന് 2 കോട്ടിലിഡൻ ഉണ്ട്, മോണോകോട്സിനാണെങ്കിൽ ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. അതിനൊരു പേരും കൊടുത്തു, സ്ക്യൂട്ടല്ലം. ഇനി ഡൈക്കോട്ടിലിഡൻസിലായാലും മോണോകോട്ടിലിഡൻസിലായാലും കോട്ടിലിഡന്റെ അറ്റാച്ച്മെന്റിന് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷനെ എപ്പികോട്ടയിൽ എന്ന് വിളിക്കുന്നു. ഇനി മോണോകോട്സിലാകുമ്പം ഈ എപ്പികോട്ടയില് ലീഫ് പ്രൈമോഡിയയും അതുപോലെ ഷൂട്ട് അപ്പെക്സും ഉണ്ടായിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും മോണോകോട്സിൽ കാണപ്പെടുന്നു. ഇനി
എംബ്രിയോണൽ ആക്സിസിന്റെ താഴേക്കുള്ള സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പാർട്ടിനെയാണ് ഹൈപ്പോകോട്ടൈൽ എന്ന് വിളിക്കുന്നത്. ഇത് എൻഡ് ചെയ്യുന്നത് റാഡിക്കിൾ അല്ലെങ്കിൽ റൂട്ട് ടിപ്പിലാണ്. ഈ റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ മോണോകോട്ടിലിഡൻസിൽ ഈ റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് ഉണ്ട്. അതിനെയാണ് കോളിയോ റൈസ എന്ന് വിളിക്കുന്നത്. കോളിയോ റൈസ അത് മോണോകോട്ട്സിൽ മാത്രമേ ഉള്ളൂ. ഇത്രയാണ് മോണോകോട്ടും ഡൈക്കോട്ട് എംബ്രിയോ തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തതാണ് സീഡ്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സീഡിന് വേണ്ടിയിട്ടാണ് ശരിക്കും പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. കാരണം സീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഒരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരുടെ ഓസ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് പോളിനേഷനും ഫെർട്ടിലൈസേഷനും എല്ലാം നടക്കുന്നത്. അപ്പോൾ സീഡിനെ നമുക്ക് എന്ത് പറയാം? ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് സീഡ് എന്ന് പറയാം. ഈ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പിന്നെ പല ജനറ്റിക് വേരിയേഷനിലുള്ള പുതിയ ഓസ്പ്രിങ്സ് ആയിട്ട് മാറുന്നത്. ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ആണ് സീഡായിട്ട് ഫോം ചെയ്യുന്നത്. അതായത് ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ മെഗാസ്പൊറാഞ്ചിയം, അതാണ് സീഡായിട്ട് മാറുന്നത്. ഇനി സീഡ് എപ്പോഴും എവിടെയായിരിക്കും? ഫ്രൂട്ടിന്റെ ഉള്ളിലായിരിക്കും സീഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ചെടി എടുത്താൽ ഇത് പിസ്റ്റിലാണെങ്കിൽ ഓവറിയുടെ ഉള്ളിലാണ്, ഇത് ഓവറി ആണെങ്കിൽ ഓവറിയുടെ ഉള്ളിലാണ് ഒവ്യൂൾ ഇരിക്കുന്നത്. അപ്പോൾ ഒവ്യൂള് സീഡായിട്ട് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓവറി ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ ഫ്രൂട്ടിൻ്റെ അകത്താണ് സീഡ് ഇരിക്കുന്നത്. ഇനി സീഡിന് എന്തൊക്കെയാണുള്ളത്? സീഡിനകത്ത് ഒരു സീഡ് കോട്ട് ഉണ്ടായിരിക്കും. സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് ഉണ്ടായിരിക്കും. പിന്നെ കോട്ടിലിഡൻ, അത് മോണോകോട്ടിലിഡൻ ആണെങ്കിൽ ഒരെണ്ണവും ഡൈക്കോട്ട്സ് ആണെങ്കിൽ 2 കോട്ടിലിഡനും ഉണ്ടായിരിക്കും. അതുപോലെ എംബ്രിയോ ആക്സിസും ഉണ്ടായിരിക്കും. ഇനി കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തിക്കായിരിക്കും, അതുപോലെ സ്വള്ളനായിരിക്കും. കാരണം ഇതിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് കൂടുതലും നമ്മൾ ഈ കശുമാവ് അതൊക്കെ കിളിച്ചു വരുമ്പോൾ കാണാൻ പറ്റും 2 എണ്ണം ഇങ്ങനെ വരുന്നത്. നമ്മളത് പറിച്ച് കഴിക്കാറൊക്കെ ഉണ്ട്. പച്ച കളറിൽ 2 തിക്കായിട്ടുള്ള ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ലീഫല്ല അതിനേക്കാൾ നല്ല കട്ടിയുള്ള 2 സ്ട്രക്ചർ ഇങ്ങനെ വരും. അതാണ് അതിൻ്റെ കോട്ടിലിഡൻ. അതിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമ്മളത് പറിച്ച് കഴിക്കുകയും അത് വെച്ച് കറി വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു പല എംബ്രിയോയിലും സീഡ് മെച്ചുർ ആകുന്നതിന് മുമ്പ് തന്നെ ഈ എൻഡോസ്പേംസ് കൺസ്യൂം ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ഈ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് വളർന്നാൽ മാത്രമേ അതിന് സ്വന്തമായിട്ട് ആ കുഞ്ഞ് തൈച്ചെടിക്ക് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കണമെങ്കിൽ അത് കുറച്ച് വളർന്ന് അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് വളർന്നു വരണം. അപ്പോൾ അത്രയും ടൈമിൽ അതിനാവശ്യമായ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടിലിഡൻസ്. അതിനാണ് ഈ കോട്ടിലിഡൻസ് ഉള്ളത്. കോട്ടിലിഡൻസിനകത്തും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി സീഡ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റെസിഡ്യുവൽ എൻഡോസ്പേം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എഗ്നസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൽബുമിനസ് ഓർ നോൺ ആൽബുമിനസ്. നോൺ ആൽബുമിനസിനെ തന്നെയാണ് എക്സ് ആൽബുമിനസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ചില പ്ലാന്റ്സ്, പീ, ഗ്രൗണ്ട് നട്ട് അതുപോലെയുള്ള പ്ലാന്റ്സ് അതിൻ്റെ സീഡ് മെച്ചുർ ആകുന്നതിന് മുമ്പ് തന്നെ ആ ഡെവലപ്പിംഗ് എംബ്രിയോ എൻഡോസ്പേം മുഴുവൻ കൺസ്യൂം ചെയ്യുമെന്ന്. അപ്പോൾ പിന്നീട് അവർക്കൊരു റെസിഡ്യുവൽ എൻഡോസ്പേം ഇല്ല, എൻഡോസ്പേം പിന്നെ പെർസിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സീഡ്സിനെയാണ് നോൺ ആൽബുമിനസ് സീഡ്സ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡ്സ് എന്ന് വിളിക്കുന്നത്. കാരണം എംബ്രിയോ ഡെവലപ്മെന്റിന്റെ ടൈമിൽ തന്നെ മുഴുവൻ എൻഡോസ്പേമും അവർ കൺസ്യൂം ചെയ്തു. ഇനി സീഡ് ജെർമിനേഷന്റെ ടൈമിൽ അവർക്ക് എൻഡോസ്പേം ഇല്ല, കോട്ടിലിഡൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത 2ാമത്തെ ടൈപ്പാണ് ആൽബുമിനസ് സീഡ്സ്. അതായത് ഇവർ മുഴുവൻ എൻഡോസ്പേം കൺസ്യൂം ചെയ്യുന്നില്ല, ഒരു പാർട്ട് ഓഫ് എൻഡോസ്പേം വീണ്ടും റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ മുതലായ പ്ലാന്റ്സ്. ഇതൊന്നും കൂടാതെ ബ്ലാക്ക് പെപ്പർ, ബീറ്റ്
ഇതിൻ്റെയൊക്കെ സീഡിനകത്ത് നമുക്ക് കുറച്ച് പേഴ്സിസ്റ്റിംഗ് ന്യൂസെല്ലസ് ടിഷ്യൂവിനെ കാണാൻ പറ്റും. ന്യൂസെല്ലസ് എന്തായിരുന്നു? ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അതിനകത്ത് കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. അതായത് ഈ എംബ്രിയോസാക്കിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ടായിരുന്നു ഇൻഡഗുമെന്റ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഈ ന്യൂസെല്ലസിന്റെ റെമനൻസ് ചില സീഡ്സിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് പെപ്പർ, ബീറ്റ് ഒക്കെ. അതിൽ പേഴ്സിസ്റ്റന്റ് ന്യൂസെല്ലസിനെ കാണാൻ പറ്റും, റെസിജ്വൽ പേഴ്സിസ്റ്റന്റ് ന്യൂസെല്ലസിനെ. ഇങ്ങനെ ഈ പേഴ്സിസ്റ്റന്റ് ന്യൂസെല്ലസിനെയാണ് പെരിസ്പെർം എന്ന് വിളിക്കുന്നത്. നെ കവർ ചെയ്തുകൊണ്ട് ഇൻഡഗുമെന്റ്സ് ഉണ്ടായിരുന്നു, ഇന്നർ ഇൻഡഗുമെന്റും ഔട്ടർ ഇൻഡഗുമെന്റും. ഈ ഇൻഡഗുമെന്റ്സ് ഹാർഡൻ ചെയ്തിട്ട് സീഡ് കോട്ടായിട്ട് മാറും. കാരണം സീഡിനകത്താണ് എംബ്രിയോ ഇരിക്കുന്നത്. അപ്പൊ എംബ്രിയോയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഇൻഡഗുമെന്റ്സ് ഹാർഡൻ ചെയ്ത് സീഡ് കോട്ടായിട്ട് മാറുന്നു. ഇനി ഈ സീഡ് കോട്ടിൽ മൈക്രോപൈല് ഒരു ചെറിയ പോറായിട്ട്, ഒരു സ്മോൾ പോറായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. മൈക്രോപൈലാർ റീജിയണിൽ മാത്രമാണ് ഇൻഡഗുമെന്റ്സ് ഇല്ലാതിരുന്നത്. അതിലൂടെയാണ് ഈ പോളൻ ട്യൂബൊക്കെ ജെർമിനേറ്റ് ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് വന്നത്. ആ മൈക്രോപൈല് അതുപോലെ തന്നെ സീഡ് കോട്ടിൽ റിമെയിൻ ചെയ്യും. കാരണം ഇൻഡഗുമെന്റ്സ് ആണ് ഹാർഡൻ ചെയ്ത് സീഡ് കോട്ടായിട്ട് മാറിയത്. മൈക്രോപൈലാർ റീജിയണിൽ ഇൻഡഗുമെന്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് മൈക്രോപൈൽ അതുപോലെ തന്നെ ഒരു ചെറിയ പോറായിട്ട് സീഡ് കോട്ടിൽ റിമെയിൻ ചെയ്യും. ഇനി ഇത് എന്തിനാണ് ഈ മൈക്രോപൈൽ സീഡിൽ എന്തിനാണ് ഈ മൈക്രോപൈലിന്റെ ആവശ്യം? കാരണം സീഡ് ജെർമിനേഷന്റെ ടൈമിൽ, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ സീഡിന് ഓക്സിജനും വാട്ടറും ഒക്കെ ആവശ്യമുണ്ട്. അതിനാവശ്യമായ അളവിൽ ഓക്സിജനും വാട്ടറും ഒരു സീഡിനകത്തേക്ക് കയറിയാൽ മാത്രമേ ആ സീഡ് ജെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ സീഡ് കോട്ട് കട്ടിയുള്ളതാണ്. അപ്പൊ അതിനെ തുളച്ചുകൊണ്ടൊന്നും ഓക്സിജനും വാട്ടറിനും കയറാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജനും വാട്ടറും കയറാനുള്ള ഒരു വഴിയായിട്ട്, ഒരു ഡോറായിട്ടാണ് ആ മൈക്രോപൈല് ആക്ട് ചെയ്യുന്നത്. ഇനി മെച്യൂർ സീഡിൽ എന്താ സംഭവിക്കുക? സീഡ് ഫോം ചെയ്തു, സീഡ് മെച്യൂർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സീഡ് ഡ്രൈ ആവും. അതായത് അതിൽ വാട്ടർ കണ്ടന്റ് വളരെ കുറയും, എന്നിട്ട് ആ സീഡ് ഡ്രൈ ആയിട്ട് മാറും. ഏകദേശം 10-50% മാസ് അപ്പോൾ കുറയും, സീഡിന്റെ മാസ് കുറയും. കാരണം അത്രയും വാട്ടർ അതിൽ നിന്ന് ഡീഹൈഡ്രേഷൻ നടക്കുന്നു. അതായത് വാട്ടർ അതിൽ നിന്ന് പോകുന്നു, എന്നിട്ട് സീഡ് ഡ്രൈ ആയിട്ട് മാറും. ഇതോടൊപ്പം തന്നെ സീഡിന്റെ ഉള്ളിലിരിക്കുന്ന എംബ്രിയോയുടെ മെറ്റബോളിസവും പതുക്കെയാവുന്നു. എന്നിട്ട് സീഡ് പതുക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇൻആക്ടിവിറ്റി, അതായത് ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നു. അതിനെയാണ് ഡോർമെൻസി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൽ ഫെർട്ടിലൈസേഷൻ നടന്നു, എന്നിട്ട് ഫ്രൂട്ട് ഉണ്ടായി, ഫ്രൂട്ടിനുള്ളിൽ സീഡ് ഉണ്ടായി. എന്നിട്ട് ഈ സീഡ് ഉടനെ തന്നെ, സീഡ് അങ്ങോട്ട് ഫോം ചെയ്ത ഉടനെ തന്നെ ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് അടുത്ത പ്ലാന്റ് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ആ സീഡ് നമ്മൾ പലപ്പോഴും പല പ്ലാന്റ്സിൻ്റെയും സീഡ് എടുത്ത് വർഷങ്ങളോളം ഒക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ സീഡ് എന്ത് ചെയ്യണം? ഒരു ഡോർമെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോയാൽ മാത്രമേ നമുക്കിങ്ങനെ സീഡ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ സീഡ് ഉണ്ടായ അപ്പം തന്നെ ജെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ആവശ്യമില്ല. വേറെ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സീഡ് മെച്യൂർ ആയാൽ ഉടനെ തന്നെ ഈ സീഡിനകത്തിലെ വാട്ടർ കണ്ടന്റ് ആദ്യം കുറയും. വാട്ടർ കണ്ടന്റ് കുറഞ്ഞിട്ട് സീഡ് ഡ്രൈ ആവും. അപ്പോൾ വാട്ടർ കണ്ടന്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ സീഡിന്റെ മാസ് 10-15% കുറയും. നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റിൽ നിന്ന് സീഡിന്റെ വെയിറ്റ് നന്നായിട്ട് ഒരു 10-50% വെയിറ്റ് കുറയും. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ഒരു എംബ്രിയോ ഉണ്ടല്ലോ സീഡിനകത്ത്, ആ എംബ്രിയോയുടെ മെറ്റബോളിസം വളരെ പതുക്കെയാവും, വളരെ പതുക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീഡ് ഒരു ഡോർമെന്റ് സ്റ്റേജിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ, അതായത് അഡിക്വേറ്റ് ആയിട്ടുള്ള മോയ്സ്ചർ, ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നു, അതുപോലെ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഉണ്ട്, കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ ആണ്, ഇങ്ങനെയുള്ള ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ സീഡിനകത്തൂടെ ഓക്സിജനും വാട്ടറും ഒക്കെ അകത്തേക്ക് പോവുകയും സീഡ് ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി എംബ്രിയോ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. ഇനി നമുക്കറിയാം, സീഡ് നമ്മുടെ അഗ്രികൾച്ചറിൽ, നമ്മുടെ കൃഷിയിൽ
സീഡ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു തവണ കൃഷി ചെയ്തു, അതിൽ കുറച്ച് സീഡ്സ്, ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സ് മാറ്റി വെച്ചിട്ടാണ് അടുത്ത തവണ വീണ്ടും കൃഷി ഇറക്കാൻ നേരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ സീഡിൻ്റെ ഡീഹൈഡ്രേഷനും ഡോർമെൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സീഡ്സിനെ നമുക്ക് കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം. മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം കൃഷി ചെയ്തിട്ട് പാടത്തൊക്കെ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ക്രോപ്പ് അത് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ അവർ വിളവെടുത്തതിന് ശേഷം കുറച്ച് ഒരു കാലയളവിലേക്ക് അവിടെ കൃഷി ചെയ്യാതെ അവർ ആ പാടം ഇട്ടിരിക്കും. അതിന് ശേഷമാണ്, കാരണം മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നീട് കുറച്ചു കാലം വേറെ ഏതെങ്കിലും കൃഷി ചെയ്തിട്ടാണ് വീണ്ടും നേരത്തെ ചെയ്ത കൃഷി ചെയ്യുന്നത്. കാരണം മണ്ണിൻ്റെ ആ ഫെർട്ടിലിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത്രയും ടൈമിൽ ഈ സീഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സീഡിനുള്ളിൽ ഡീഹൈഡ്രേഷൻ നടക്കുന്നത് കൊണ്ടും എംബ്രിയോ ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് പോകുന്നത് കൊണ്ടുമാണ് നമുക്കിങ്ങനെ സീഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും കൃഷിക്ക് വേണ്ടിയിട്ട് ഈ സീഡ്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പല സീഡ്സും മിക്കവാറും നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം ഇതുപോലെ പ്ലാൻ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ചു വെച്ചു നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഇതിൻ്റെ ഒരു ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻ സ്റ്റേജ് ആ ഒരു സ്പെഷ്യാലിറ്റി കാരണമാണ്. ഇനി പല സീഡ്സിൻ്റെയും എക്സ്പീരി, അതായത് വയബിലിറ്റി വേരി ചെയ്തിരിക്കും. ഓരോ സ്പീഷീസിലെ സീഡ്സിൻ്റെ വയബിലിറ്റിയും ഓരോന്നായിരിക്കും. അതായത് ചില സീഡ്സ് നമുക്ക് കുറച്ച് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റും, എന്നാൽ ചിലത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ വയബിളായിട്ടിരിക്കുകയുള്ളൂ. അതായത് അതിനുള്ളിൽ നമ്മൾ കൺസ്യൂം ചെയ്യണം. നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മളത് കൺസ്യൂം ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകും. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഇത് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടണം, ഇല്ലെങ്കിൽ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടും. ഇപ്പോൾ ചില പ്ലാന്റ്സിൽ ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും വയബിലിറ്റി, ചിലതിൽ കുറച്ച് മാസങ്ങളായിരിക്കും വയബിലിറ്റി. എന്നാൽ ചില പ്ലാന്റ്സിൻ്റെ സീഡ്സിന് കുറച്ച് വർഷങ്ങൾ, സെവറൽ ഇയേഴ്സ് നമുക്കതിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വയബിൾ സീഡാണ് ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ സീഡ്. ലൂപ്പിനസ് ആർട്ടിക്കസ് അത് ആർട്ടിക് തുന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എക്സ്കവേറ്റ് ചെയ്തത്. ഇതിന് എത്രയാണ് പഴക്കം, എത്ര വർഷമാണ് ഇതിൻ്റെ പഴക്കം? ഈ സീഡ് ഏകദേശം 10,000 ഇയേഴ്സ്, 10,000 വർഷങ്ങളുടെ ഡോർമെൻസിയിൽ പോയിരിക്കുകയായിരുന്നു. 10,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സീഡ് ജെർമിനേറ്റ് ചെയ്യുകയും പിന്നെ അതിൽ നിന്നുണ്ടായ പ്ലാന്റ് ഫ്ലവർ ചെയ്യുകയും ചെയ്തത്. അതായത് 10,000 ഇയേഴ്സിൻ്റെ ഡോർമെൻസിക്ക് ശേഷമാണ് ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുകയും പിന്നീട് അത് ഫ്ലവർ ചെയ്യുകയും ചെയ്തത്. ഇതാണ് നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വയബിൾ സീഡ്. ഇനി ചാവുകടലിന് സമീപം, അതായത് ഡെഡ് സീഡ് അടുത്ത് കിങ് ഹെറോഡ്സ് പാലസ്, അങ്ങനെ ഒരു പാലസിൽ ഒരു എക്സ്കവേഷൻ നടന്നിരുന്നു, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. പുരാവസ്തു ഗവേഷകർ നടത്തിയ ഒരു എക്സ്കവേഷനിൽ 2000 ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ഒരു വയബിൾ സീഡിനെ കണ്ടുപിടിച്ചു. 2000 വർഷം പഴക്കമുള്ള വയബിലിറ്റി നഷ്ടപ്പെടാത്ത ഒരു സീഡിനെ കണ്ടുപിടിച്ചു. അത് ഒരു ഡേറ്റ് പാമായ ഫീനിക്സ് ഡാക്ടിലിഫറയുടെ സീഡാണ്. ഫീനിക്സ് ഡാക്ടിലിഫറ അതൊരു ടൈപ്പ് ഡേറ്റ് പാമാണ്. അതിൻ്റെ സീഡിനെയാണ് ഡെഡ് സീഡ് അടുത്തുനിന്ന് കണ്ടുപിടിച്ചത്. അതിന് 2000 ഇയേഴ്സ് ആയിരുന്നു അതിൻ്റെ പഴക്കം. അടുത്തതാണ് ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യൂള് സീഡായി മാറുമ്പോൾ ഓവറി ഫ്രൂട്ടായിട്ടാണ് മാറുന്നത്. അതോടൊപ്പം തന്നെ ഓവറിയുടെ വോള് ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറും. അതിനെ നമ്മൾ പെരികാർപ്പ് എന്ന് വിളിക്കും. അതായത് ഓവറിയുടെ ചുറ്റുമുള്ള ഒരു വോള് അത് ഫ്രൂട്ടിൻ്റെ വാളായിട്ട് മാറും. ഓവറി ഫ്രൂട്ടായിട്ട് മാറുകയാണ്, അപ്പോൾ ഓവറിയുടെ വോള് ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറും. ഫ്രൂട്ട് വോളിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. ഇനി ഫ്രൂട്ട്സ് ചിലപ്പോൾ ഫ്ലഷി ആയിരിക്കാം, ചിലപ്പോൾ ഡ്രൈയും ആയിരിക്കാം. ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് സാധാരണ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കുറേ ഫ്രൂട്ട്സും, അതായത് ഗുവ, ഓറഞ്ച്, മാംഗോ, അതൊക്കെ സാധാരണ നമ്മളെപ്പോഴും ഫ്രൂട്ട്സായിട്ട് കഴിക്കുന്നതൊക്കെ ഫ്ലഷി ആയിട്ടുള്ളതാണ്. ഇനി അതല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഗ്രൗണ്ട്നട്ട്, മസ്റ്റാർഡ്. ഇതൊക്കെ ഗ്രൗണ്ട്നട്ട്, മസ്റ്റാർഡ് ഇതൊക്കെയും ഫ്രൂട്ട്സാണ്, പക്ഷെ അത് ഡ്രൈ ഫ്രൂട്ട്സാണ്.
ഇനി ഈ ഓവറി ഫ്രൂട്ടായി മാറുന്ന അതേ സമയത്ത് തന്നെ ഫ്ലവറിൻ്റെ ബാക്കി പാർട്സ്, ഫ്ലവറിന് മറ്റ് പല പാർട്സ് ഉണ്ടല്ലോ, പെറ്റൽ, സെപ്പൽ, അങ്ങനെ മറ്റു കുറേ പാർട്സ് ഉണ്ടല്ലോ. ഈ പാർട്സൊക്കെ സാധാരണ ഡീജനറേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ടായിട്ടും ഒവ്യൂള് സീഡായിട്ടും മാറും. ഈ ടൈമിൽ ബാക്കിയുള്ള ഫ്ലവറിൻ്റെ പാർട്സൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില ഫ്രൂട്ടിൽ ഓവറി അല്ല, തലാമസ് എന്ന് പറയുന്ന പോർഷൻ, അതായത് ആ ഫ്ലവറിൻ്റെ താഴെയുള്ള ലാസ്റ്റ് പോർഷൻ, ആ ഭാഗവും കൂടെ ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. ഓവറി അല്ലാതെ തലാമസ് ഫ്രൂട്ടായിട്ട് മാറുന്നു ചില പ്ലാന്റ്സിലൊക്കെ. അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ ഫോൾസ് ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഫോൾസ് ഫ്രൂട്ട്സ്, അതായത് ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലാമസാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, ഓവറി അല്ല, തലാമസാണ്. അങ്ങനെയുള്ള ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ മുതലായവ. ഇനി സാധാരണ ഫ്രൂട്ട്സ് ആവുന്നത് ഓവറിയാണ്. അങ്ങനെ ഓവറിയിൽ നിന്ന് ഫ്രൂട്ടായിട്ട് മാറുന്നതിനെ ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കും. എന്നാൽ തലാമസിൽ നിന്നാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും. ഇനി മറ്റൊരു ടൈപ്പ് ഫ്രൂട്ട്സും കൂടെ ഉണ്ട്, അതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഫ്രൂട്ട് ഉണ്ടാവുന്നു. അതായത് ഫ്രൂട്ട്സ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നു. അത്തരം ഫ്രൂട്ട്സിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത അതിനുള്ളിൽ സീഡില്ലായിരിക്കും. കാരണം ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ സീഡ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിന് സീഡില്ല, അവർ സീഡ്ലെസ് ആണ്. ഇതിന് എക്സാമ്പിളാണ് ബനാന. ഇനി ഈ പാർത്തനോകാർപ്പി നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് വിൽക്കാനൊക്കെ ഫ്രൂട്ട്സ് വെച്ചേക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്താണെങ്കിലും കുരു ഇല്ലാത്ത, ഇപ്പം സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ കുരു ഇല്ലാത്തതാണ് നമ്മൾ കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് ഇൻഡസ്ട്രിയിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യലായിട്ട്. തന്നെ സംഭവിക്കുന്നതല്ലാതെ നമുക്ക് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഈ പ്ലാന്റ്സിലേക്ക് ഗ്രോത്ത് ഹോർമോൺ നമുക്ക് കൊടുക്കാം. ഒരു നിശ്ചിത എമൗണ്ടിൽ പ്ലാന്റ്സിൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മൾ എക്സ്റ്റേണലി ഗ്രോത്ത് ഹോർമോൺ ഈ പ്ലാന്റിലേക്ക് കൊടുക്കുന്നു. അതുവഴി എന്ത് ചെയ്യും? പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു. അതുവഴി നമുക്ക് സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ ഫെർട്ടിലൈസേഷനിലൂടെയാണ് സീഡ്സ് ഫോം ചെയ്യുന്നത്. എന്നാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ സീഡ്സ് ഫോം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ അപ്പോമിക്സിസ് കാണിക്കുന്നത് ആരൊക്കെയാണ്? സം സ്പീഷീസ് ഓഫ് ആസ്റ്ററേസിയെ, അതുപോലെ ഗ്രാസസ്, പുല്ലുകളും, പിന്നെ ആസ്റ്ററേസിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ, ആസ്റ്ററേസിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ചില സ്പീഷീസുമാണ് അപ്പോമിക്സിസ് കാണിക്കുന്നത്. ഇനി നമുക്ക് എന്ത് പറയാം? അപ്പോമിക്സിസ് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കണം. എന്നാൽ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷേ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഇവിടെ സീഡ് ഫോം ചെയ്യുന്നുണ്ട്. സീഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോമിക്സിസ് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ്സ് ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് എംബ്രിയോ ഉണ്ടാവുന്നത്? സീഡ്സിനകത്താണ് എംബ്രിയോ ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് നമ്മുടെ എഗ് സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കും. സാധാരണ പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എഗ് സെല്ല് ഹാപ്ലോയിഡ് ആയിരിക്കും. മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്.
എന്നാൽ അപ്പോമിക്സിസ് കാണിക്കുന്ന പ്ലാന്റ്സിൽ എക്സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കും. കാരണം ഇവിടെ മിയോസിസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല. ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെല്ല് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. അതാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂസെല്ലസ്. അതായത് നമുക്കറിയാം എംബ്രിയോസാക്കിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂസെല്ലസിൻ്റെ അകത്താണ് എംബ്രിയോസാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസെല്ലസിലെ ചില സെൽസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എംബ്രിയോസാക്കിൻ്റെ അകത്തേക്ക് കയറി നിൽക്കും. എന്നിട്ട് അതൊരു എംബ്രിയോ ആയിട്ട് വളരുന്നു. അതായത് ഒന്നുകിൽ അപ്പോമിക്സിസ് എങ്ങനെയാണ് നടക്കുന്നത്? ഒന്നുകിൽ ആ പ്ലാന്റിൻ്റെ എക്സെല്ല് ഡിപ്ലോയിഡ് സ്റ്റേറ്റിലായിരിക്കും. അതായത് അവിടെ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് എക്സെല്ല് ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെല്ല് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇനി അതല്ലെങ്കിൽ ന്യൂസെല്ലസ്, അതായത് എംബ്രിയോസാക്കിൻ്റെ ചുറ്റുമുള്ള സെൽസാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസിലെ ചില സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് അത് എംബ്രിയോസാക്കിലേക്ക് എൻട്രി ചെയ്യുന്നു. എന്നിട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അപ്പോമിക്സിസ് നടക്കുന്ന രണ്ട് രീതികൾ. ഇനി ഈ ന്യൂസെല്ലസിൻ്റെ സെൽസ് ഡിവൈഡ് ചെയ്ത് എംബ്രിയോസാക്കിലേക്ക് എൻട്രി ചെയ്ത് എംബ്രിയോ ആയിട്ട് വളരുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ് ചില മാംഗോ വെറൈറ്റീസും അതുപോലെ ചില സിട്രസ് പ്ലാന്റ്സും. സിട്രസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നാരകം, നെല്ലി, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് സിട്രസ് പ്ലാന്റ്സ്. ചില സിട്രസ് പ്ലാന്റ്സും അതുപോലെ ചില മാംഗോ വെറൈറ്റീസും ഒക്കെ ഈ പറഞ്ഞ പോലെ ന്യൂസെല്ലസിലെ സെൽസ് ഡയറക്റ്റായിട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാവുന്നതാണ്. ഇനി ഇങ്ങനെ അപ്പോമിക്സിസിലൂടെ ഉണ്ടാവുന്ന സീഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഒവ്യൂളിൽ തന്നെ ഒരുപാട് എംബ്രിയോസ് ഉണ്ടായിരിക്കും. ഒരു ഒവ്യൂളിൽ ഒരു എംബ്രിയോ അല്ല, ഒന്നിലധികം എംബ്രിയോസ് കാണപ്പെടുന്നുണ്ട് അപ്പോമിക്സിസിലൂടെ ഫോം ചെയ്യുന്ന സീഡ്സിനകത്ത്. ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ അപ്പോമിക്സിസിലൂടെ ഫോം ചെയ്യുന്ന സീഡ്സിനകത്ത് ഒരു എംബ്രിയോ അല്ല, ഒന്നിലധികം എംബ്രിയോസിനെ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു സീഡിനകത്ത് ഒന്നിലധികം എംബ്രിയോയെ കാണപ്പെടുന്നതിനെയാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് മീനിങ്. അപ്പോൾ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എംബ്രിയോസ്. ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോ ഉള്ള ആ ഒരു കണ്ടീഷനെയാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. പോളി എംബ്രിയോണി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോമിക്സിസിലാണ് സംഭവിക്കുന്നത്. അപ്പോമിക്സിസ് എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ സീഡ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ചെടികളെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന സീഡ്സാണ് ഹൈബ്രിഡ് സീഡ്സ്. ഈ ഹൈബ്രിഡ് സീഡ്സിൻ്റെ പ്രത്യേകത എന്താ? ഇത് നമ്മളെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി വളരെ കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് നമ്മൾ ഓരോ തവണയും ഓരോ ഇയറിലും പുതിയതായിട്ട് ഹൈബ്രിഡ് സീഡ്സ് ഉണ്ടാക്കി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് സീഡ്സ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതൊരു ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സീഡ് കിട്ടുന്നത്. അപ്പോൾ ആ വിളവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നു. പക്ഷേ ഈ സീഡ് യൂസ് ചെയ്ത് അടുത്ത വർഷം നമ്മൾ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടേഴ്സ് ചിലപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ സെഗ്രിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ജനറ്റിക്സ് പഠിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ഒരു പ്ലാന്റിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. നല്ല നീളമുള്ള പയറുണ്ടാകുന്ന ഒരു ചെടിയും രോഗപ്രതിരോധ ശേഷി കൂടിയ ഒരു ചെടിയും. ഇതിനെ മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസായിട്ട് സെലക്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടിയ നീളമുള്ള പയർ നമുക്ക് ആ വർഷത്തെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ആ വർഷം നമുക്ക് ഈൽഡ് കൂടുതലുണ്ടാകുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് തന്നെ രോഗം വന്ന് നശിച്ചു പോകുന്നത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈൽഡ് കൂടുതലായിട്ട് കിട്ടുന്നു. അപ്പോൾ ആ വർഷത്തെ കൃഷിയിൽ നല്ല ഈൽഡ് ഉണ്ടായി. പക്ഷേ ആ ടൈമിലുണ്ടായ ആ സീഡ്സ് യൂസ് ചെയ്ത് നമ്മൾ അടുത്ത വർഷം കൃഷി ചെയ്താൽ ഈ സീഡിനകത്തുള്ള ക്യാരക്ടേഴ്സ് വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്തു പോകും. അതായത്
ഇതേ ഗുണമുള്ള ചെടി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിൻ്റെ പ്രോജനിയായിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റീസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ജനറ്റിക്സ് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡ് സീഡ്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തണ്ടേ, അതൊക്കെ ചിലവേറിയതാണ്. നമ്മളിങ്ങനെ ഇമാസ്കുലേഷൻ നടത്തണം, ബാഗ് ചെയ്യണം, പിന്നെ റീബാഗ് ചെയ്യണം. അപ്പം ഒരു ചെടിയിലും 2 ചെടിയിലും അല്ല, കുറേ ചെടികളിലാണ് നമ്മളിത് നടത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും കോസ്റ്റ്ലിയാണ്. അപ്പോൾ അവിടെയാണ് അപ്പോമിക്സിസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് ഇവരെ ഈ ഹൈബ്രിഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ചെടികളെ പിന്നീട് നമ്മൾ അപ്പോമിക്സിസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, പിന്നെ അവിടെ ഫെർട്ടിലൈസേഷൻ വഴി അല്ല സീഡ് ഉണ്ടാവുന്നത്, അല്ലാതെ തന്നെ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ സീഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഈ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച ഡിസൈഡ് ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ അതിൽ നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സീഡിൽ തന്നെ ഒരുപാട് എംബ്രിയോസും ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു സീഡ് ഇട്ടാൽ തന്നെ ഒന്നിലധികം ചെടികളെ മുളപ്പിച്ചെടുക്കാനും പറ്റും. ഡിസൈഡ് ക്യാരക്ടേഴ്സ് ഒന്നും സെഗ്രിഗേറ്റ് ചെയ്ത് പോവാതെ ഡിസൈഡ് ക്യാരക്ടേഴ്സ് എല്ലാം ആ സീഡിൽ നിന്ന് വരുന്ന എല്ലാ ചെടികൾക്കും ഉണ്ടാകും. അപ്പം നമുക്ക് ക്രോപ്പിൻ്റെ ഈൽഡും കൂട്ടാം. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള കൃഷിക്കും ഈ സീഡ്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോമിക്സിസ് ഇതിനകത്ത് യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് ശേഷം അപ്പോമിക്സിസ് യൂസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണിയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ആദ്യം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ആദ്യത്തേതാണ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. അതായത് എൻഡോസ്പേം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എംബ്രിയോയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി 2 ടൈപ്പ് എൻഡോസ്പേം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും സെല്ലുലാർ എൻഡോസ്പേമും. കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന് ഒരു എക്സാമ്പിളാണ്. അടുത്തതാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ സൈഗോട്ടിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്, ഡൈക്കോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും. ഡൈക്കോട്ടിലിഡൻസിന് ഒരു പ്ലിമ്യൂളുണ്ട്, എപ്പിക്കോട്ടയിലുണ്ട്, 2 കോട്ടിലിഡൻസ് ഉണ്ട്, ഹൈപ്പോകോട്ടയിലുണ്ട്, അതുപോലെ റാഡിക്കിളുണ്ട്. മോണോകോട്ട് എംബ്രിയോയ്ക്ക് ഈ ഉള്ള ഒറ്റൊരു കോട്ടിലിഡനേ ഉള്ളൂ, അതിൻ്റെ പേരാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. ഇനി ഡൈക്കോട്ട് എംബ്രിയോയിൽ നിന്ന് വ്യത്യസ്തമായി അതിന് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കോളിയോ റൈസ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും ഉണ്ട്. അടുത്തതാണ് സീഡ്. ഒവ്യൂളാണ് ഫെർട്ടിലൈസേഷന് ശേഷം സീഡായിട്ട് മാറുന്നത്. ഇൻഡഗുമെൻസ് സീഡ് കോട്ടായിട്ട് മാറുന്നു. ഇനി സീഡ്സ് 2 ടൈപ്പ് ഉണ്ട്, ആൽബുമിനസ് ആൻഡ് നോൺ ആൽബുമിനസ്. ആൽബുമിനസ് സീഡ്സിന് എക്സാമ്പിളാണ് മെയ്സും കാസ്റ്ററും. ഈ സീഡ്സിൽ സീഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും എൻഡോസ്പേം കുറച്ച് ബാക്കിയുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് ആൽബുമിനസ് സീഡ്സ്. എന്നാൽ എൻഡോസ്പേം ബാക്കിയില്ലാത്ത സീഡ്സാണ് നോൺ ആൽബുമിനസ് സീഡ്സ്. അതിന് എക്സാമ്പിളാണ് പീ, ഗ്രൗണ്ട്നട്ട് മുതലായവയെല്ലാം. ഇനി പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ന്യൂസെല്ലസ് ഉള്ള ചില സീഡ്സ് ഉണ്ട്. അതായത് ന്യൂസെല്ലസ് വീണ്ടും അതിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് പെരിസ്പേം എന്ന് വിളിക്കുന്നത്. ഫ്രൂട്ട്, ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിയുടെ വോള് ഫ്രൂട്ട് വാളായ പെരികാർപ്പായിട്ട് മാറുന്നു. ഇനി ഓവറി ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെയാണ് ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അതല്ല, ഫ്ലവറിൻ്റെ പാർട്ടായ തലാമസ് ആണ് ഫ്രൂട്ടായി മാറുന്നതെങ്കിൽ അവരെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ആപ്പിൾ, സ്ട്രോബെറി ഒക്കെ. ഇനി അതൊന്നുമല്ലാതെ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുന്ന അതിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് സീഡ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവർ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്. എക്സാമ്പിളാണ് ബനാന. അടുത്തതാണ് അപ്പോമിക്സിസ്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയുള്ള സീഡ് ഫോർമേഷനാണ് അപ്പോമിക്സിസ്. ഇത് കോമൺ ആയിട്ട് സിട്രസിലും മാംഗോയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ അപ്പോമിക്സിസിലൂടെ ഉണ്ടാവുന്ന സീഡ്സിനകത്ത് ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോസ് കാണാൻ പറ്റും. അതിനെയാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. ഇത് കോമൺ ആയിട്ട് സിട്രസിലും മാംഗോയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇനി MCQs നോക്കാം.
Next question. The outer protective covering of embryo in monocot seeds is. മോണോകോട്ട് സീഡ്സിലെ എംബ്രിയോയുടെ ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഏതാണ്? എ കോളിയോപ്റ്റൈൽ, ബി കോളിയോറൈസ, സി സ്ക്യൂട്ടല്ലം, ഡി പെരികാർപ്പ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കോളിയോപ്റ്റൈലാണ്. കോളിയോറൈസ എന്ന് പറഞ്ഞാൽ റൂട്ട് ക്യാപ്പിനെ കവർ ചെയ്തിട്ടുള്ള അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ ആണ്. മോണോകോട്ടിലിഡൻസിൽ റൂട്ട് ക്യാപ്പിനെ കവർ ചെയ്തുകൊണ്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ ഉണ്ട്, അതാണ് കോളിയോറൈസ. സ്ക്യൂട്ടല്ലം എന്ന് പറഞ്ഞാൽ മോണോകോട്ടിലിഡൻസിൻ്റെ ആ കോട്ടിലിഡനാണ് സ്ക്യൂട്ടല്ലം. പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വോളാണ് പെരികാർപ്പ്. കോളിയോപ്റ്റൈലാണ് എംബ്രിയോയുടെ പ്രൊട്ടക്റ്റീവ് കവറിങ്. അപ്പോമിക്സിസ് മീൻസ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഉള്ള സീഡ് ഫോർമേഷനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം 1 ആപ്പിൾ, മാംഗോ, കോക്കനട്ട് വാട്ടർ, ഗ്രൗണ്ട് നട്ട്. കോളം 2 ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം, നോൺ ആൽബുമിനസ് സീഡ്. അപ്പോൾ ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ടാണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ടാണ്. മാംഗോ ട്രൂ ഫ്രൂട്ടാണ്. കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. ഗ്രൗണ്ട് നട്ട് നോൺ ആൽബുമിനസ് സീഡിന് എക്സാമ്പിളാണ്. അതായത് അതിൽ സീഡ് മെച്ചുർ ആവുന്ന ടൈമിൽ എൻഡോസ്പേമിൻ്റെ റെമനൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ A2 B1. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 4th question. വിച്ച് പാർട്ട് ഓഫ് ദി എംബ്രിയോ ഡെവലപ്സ് ഇൻറ്റു റൂട്ട്? എംബ്രിയോയുടെ ഏത് പാർട്ടാണ് റൂട്ടായിട്ട് മാറുന്നത്? അത് റാഡിക്കിളാണ് റൂട്ടായിട്ട് മാറുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക. എൻഡോസ്പേം പ്രൊവൈഡ്സ് നറിഷ്മെൻറ്റ് ടു ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് എൻഡോസ്പേമാണ്, കറക്റ്റാണ്. പെരിസ്പേം ഈസ് ഫോംഡ് ഫ്രം പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസ്. പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസിനെയാണ് പെരിസ്പേം എന്ന് പറയുന്നത്, അതും കറക്റ്റാണ്. കോക്കനട്ട് വാട്ടർ ഈസ് സെല്ലുലാർ എൻഡോസ്പേം. കോക്കനട്ട് വാട്ടർ സെല്ലുലാർ എൻഡോസ്പേം ആണ്, അല്ല. കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. അതുകൊണ്ട് ആ ഓപ്ഷൻ, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ 1 and 2 ഓൺലി കറക്റ്റ്. 6th question. അസേർഷൻ. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് പ്രിസീഡ്സ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എൻഡോഡേമിൻ്റെ ഡെവലപ്മെൻറ്റ് എംബ്രിയോ ഡെവലപ്മെൻറ്റിനേക്കാൾ മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കറക്റ്റാണ്. കാരണം എൻഡോസ്പേം കുറച്ച് എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീസൺ. എൻഡോസ്പേം ഈസ് യൂസ്ഡ് ഫോർ ദ ന്യൂട്രീഷൻ ഓഫ് ഡെവലപ്പിംഗ് എംബ്രിയോ. കാരണം ഡെവലപ്പിംഗ് എംബ്രിയോയുടെ ന്യൂട്രീഷൻ കിട്ടുന്നത് എൻഡോസ്പേമിൽ നിന്നാണ്. ഇതും കറക്റ്റാണ്. അതായത് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്. അതുപോലെ റീസൺ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 7th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ആൽബുമിനസ് സീഡ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ നോൺ ആൽബുമിനസ് സീഡ് ഏതാണ്? നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് മെച്യൂർ ആവുന്ന സമയത്ത് അതിൽ റിമൈനിങ് എൻഡോസ്പേം ഒന്നും ഇല്ലാത്ത സീഡാണ് നോൺ ആൽബുമിനസ് സീഡ്. അതിനൊരു എക്സാമ്പിളാണ് ഗ്രൗണ്ട് നട്ട്. 8th question. പോളി എംബ്രിയോണി റെഫേഴ്സ് ടു. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. ഒരു സീഡിൽ ഒന്നിലധികം എംബ്രിയോ ഉണ്ടെങ്കിൽ അതിനെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. വിച്ച് വൺ ഈസ് എ ഫോൾസ് ഫ്രൂട്ട്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫോൾസ് ഫ്രൂട്ട് ഏതാണ്? ആപ്പിളാണ്. ആപ്പിൾ, സ്ട്രോബെറി ഇതൊക്കെ തലാമസിൽ നിന്നാണ് ഫ്രൂട്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെരിസ്പേം ഈസ്. പെരിസ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിസ്പേം എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് ആണ്. പെർസിസ്റ്റൻറ്റ് ന്യൂസെല്ലസിനെയാണ് പെരിസ്പേം എന്ന് വിളിക്കുന്നത്.
റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ ഒരു 3-4 വീഡിയോസിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റൊരു വീഡിയോയിലുള്ളൊരു റിവിഷൻ ക്ലാസ് ആണ് അടുത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.